കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആകുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു ചെറിയ മരത്തിൽ നമ്മൾ LED ഒക്കെ ഇട്ട് ഒരു സ്റ്റാർ ഇടല പതിവ്. ഇതുപോലെ ട്രീ ഒന്നും വെക്കലുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും. പിന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ വർഷം ഞാനൊരു കുഞ്ഞു ട്രീ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഓരോ വർഷം പോകലെയും ട്രീൻ്റെ വലിപ്പം കൂടിക്കൂടി വന്നു. ഇത് ഞാൻ കഴിഞ്ഞ വർഷം നൂണിന്ന് വാങ്ങിച്ചൊരു ട്രീ ആട്ടോ. പിക്ചറിൽ കണ്ടപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ട്രീ ആയിരുന്നു. പക്ഷെ ഇത് ഡെലിവേർഡായി വന്നപ്പോൾ നോർമൽ ഒരു സ്കെൽട്ടൺ ആയിട്ടുള്ള ട്രീ. ഇതുപോലെ സ്കെൽട്ടൺ ട്രീസ് വീട്ടിൽ വെച്ചേക്കണം പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവാം. നിങ്ങൾക്കെല്ലാം കൂടി ഇതൊന്ന് എങ്ങനെ ബുഷിയാക്കുക എന്നുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ബ്രാഞ്ചസിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ മുകളിലോട്ടൊന്ന് കർവ് ചെയ്ത് വെക്കണം. നമ്മൾ ഇനി ഇതിൽ അഡീഷണൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. കാണുമ്പോൾ ഇത് കുറച്ച് എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ഈ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് നിവർത്തി വെക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഞാനിവിടെ ട്രീയുടെ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗം കുറച്ച് ബുഷിയാക്കിയെടുത്ത് ബാക്ക് സൈഡ് കുറച്ച് ഒഴിച്ചിടുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടി തിക്നെസ് കിട്ടും. ഈ കാണുന്ന പൈൻ ബ്രാഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ തിക്കാക്കാൻ പോകുന്നത്. UAയിലുള്ളവർക്കാണെങ്കിൽ ഇത് ഏറ്റവും ചീപ്പായിട്ട് ഡേ ടു ഡേയിലൊക്കെ കിട്ടും. ഇത് ഞാൻ ഡേ ടു ഡേ വാങ്ങിച്ചതാട്ടോ. ഇതിന് അറൌണ്ട് 20 ദിറംസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇത്രയും മതി ഈ ഹൈറ്റിലുള്ള ഒരു ട്രീ നമുക്ക് ബുഷിയാക്കി എടുക്കാൻ. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ മടക്കി ഒതുക്കി വെച്ചതാട്ടോ. ആദ്യം തന്നെ ഇതിനെല്ലാം ഒന്ന് നിവർത്തി എടുക്കണമായിരുന്നു. നമ്മൾ ഈ അഡീഷണൽ ബ്രാഞ്ചസ് വാങ്ങിക്കുമ്പോൾ കയ്യിലുള്ള ട്രീയുടെ സെയിം ലീഫ് തന്നെയാണെന്ന് ഉറപ്പാക്കണം കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ഗ്രീൻ ആണെന്ന് തോന്നുമെങ്കിലും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രീയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വേറൊരു കളറാണെങ്കിൽ അതൊരു ഭംഗി കുറവല്ലേ. നിവർത്തിയെടുത്ത ശേഷം ഇതിനെ നമ്മുടെ ട്രീൻ്റെ ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അഡീഷണൽ ബ്രാഞ്ചസ് ഞാൻ 2 എണ്ണമാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ ഒരു ഹൈറ്റിലുള്ള ട്രീക്ക് 2 എണ്ണം ധാരാളമാണ്. സാധാരണയായിട്ട് ഇത് നമ്മൾ ഡോറിലും അതല്ലാതെ സൈഡ് വാളിലൊക്കെയാണ് ഇത് ഡെക്കോർ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം ഒരുപാട് ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ട്രീ വെക്കണം, പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഡിസ്പ്ലേ സ്റ്റാൻഡിൽ വെക്കണം, അത്രേ ചെയ്യുന്നുള്ളൂ ഞാൻ. നമ്മളുടെ സ്കെൽട്ടൺ ആയിട്ടുണ്ടായ ട്രീൻ്റെ ആ ബ്രാഞ്ചസിലാണ് ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത് കാരണം തന്നെ നമ്മൾ ഈ ബ്രാഞ്ചസ് എല്ലാം നിവർത്തുമ്പോൾ ആ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ ഓരോ ബ്രാഞ്ചസും വെക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ട്രീ ഒരു സൈഡിലോട്ട് ചെരിയാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഒരു പീസ് വെച്ചപ്പോൾ ട്രീൻ്റെ ഒരു ഹാഫ് പോർഷൻ ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു സെക്കൻഡ് വൺ എടുത്തിട്ട് മുകളിലോട്ട് ഫിൽ ചെയ്യാണ്. ട്രീയുടെ എൻഡെല്ലാം കർവ് ചെയ്ത പോലെ നമ്മൾ ഇതിൻ്റെ എൻഡിൽ കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമുക്കിനി ഇതിൽ ബോൾസും ലൈറ്റ്സൊക്കെ ഇടാനുള്ളതാണ്. പിന്നെ ആ ട്രീയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒറിജിനൽ ക്രിസ്മസ് ട്രീ നമ്മൾ നോക്കിയാൽ കാണാം, അതിൻ്റെ എല്ലാം ബ്രാഞ്ചസ് അങ്ങനെയായിരിക്കും.
ഇതിൻ്റെ ലീവ്സ് എല്ലാം വെച്ച് ഫില്ല് ചെയ്തപ്പോൾ തന്നെ എന്തൊരു മാറ്റമാണല്ലേ ട്രീ. ഒരുവിധം ബുഷി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ലൈറ്റ്സ് കൊടുത്താലും ആ ഒരു ഗ്യാപ്പ് കാണില്ല. ഗ്രീൻ കളറിൽ അത്രയും എടുത്തു കാണാതിരിക്കാൻ ഞാനിവിടെ ബ്ലാക്ക് LED ആണ് ട്രീയിൽ കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വട്ടം എടുത്തിട്ട് ചുരുട്ടി കൂട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. മൊത്തം കെട്ടുപടഞ്ഞിരിക്കുകയാണ്. അത് അഴിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയം അവിടെ പോയി. ലൈറ്റ്സ് ഞാൻ താഴെ നിന്നാട്ടോ ചുറ്റിയെടുക്കാൻ തുടങ്ങിയത്. അതാകുമ്പോൾ നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിലുണ്ടായ ലൈറ്റ് അത്യാവശ്യം ലെങ്തി ആയിരുന്നു. കൂടുതൽ തിക്നെസ്സും ഞാൻ ഫ്രണ്ടിലോട്ട് കൊടുത്താണ് കേട്ടോ ചുറ്റിയത്. ബാക്ക് സൈഡിലോട്ട് ഒരുപാട് ലൈറ്റ് വെച്ചില്ലായിരുന്നു. ആദ്യം വിചാരിച്ചത് ട്രീ ഇവിടെ വെക്കാമെന്നായിരുന്നു. പിന്നീട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതായപ്പോൾ ഞാൻ ദാ ഇങ്ങോട്ടേക്ക് മാറ്റി. കിത്തു ഇപ്പോൾ TV സ്റ്റാൻഡിൽ കയറി നിന്ന് TV തൊടലും തട്ടലൊക്കെ ആയി. എസ്തറ്റിക്കിനൊട്ടും ചേരുന്നില്ലെങ്കിലും പിന്നീട് TVനെ കേജിൻ്റെ ഉള്ളിലാക്കേണ്ട അവസ്ഥയായി. ആദ്യം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു വൈറ്റ് ഫ്ലഫി മാറ്റ് ഇട്ടു. ഈ മാറ്റ് വെച്ചിട്ട് ഇതിൻ്റെ താഴത്തെ കാലെല്ലാം നമുക്ക് ലാസ്റ്റ് കവർ ചെയ്യാം. എൻ്റെ കയ്യിലിവിടെ യെല്ലോയും റെഡും ബോൾസ് ആണ് കേട്ടോ ഉള്ളത്. ട്രീ ഗ്രീൻ ആയത് കാരണം ഈ രണ്ട് കളറും അതിൽ ഭംഗിയുണ്ടാവും. ആദ്യം ഞാൻ യെല്ലോ കളർ മാത്രമാണ് കേട്ടോ ഇട്ടത്. അതാവുമ്പോൾ നമുക്ക് ഈ കളർ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കളർ കൂടുതൽ കുറവ് അങ്ങനെ വരില്ല. അതും ഇതൊക്കെ ആയിട്ട് വേറെയും കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചായിരുന്നു. ഇതിൽ നിന്ന് എന്തെങ്കിലും ട്രീയിലോട്ട് പറ്റിയുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഈ റെഡ് ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയത്. ഈ പ്രാവശ്യം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാത്ത കാരണം ഇതൊന്നും വേറെ എവിടെയും വെക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഈ ഫ്ലവറിനെ കൂടി ട്രീയിൽ കയറ്റാമെന്ന്. ഫ്ലവർ കിട്ടിയതിൻ്റെ കൂടെ എനിക്കൊരു റിബൺ കൂടി കിട്ടിയായിരുന്നു കേട്ടോ. ചെറിയ സ്റ്റാർ കിട്ടാത്ത കാരണം ഞാൻ ഈ റിബൺ ആയിരുന്നു ട്രീൻ്റെ ടോപ്പിൽ വെച്ചിരുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഞാൻ ഷോക്കേസിൽ കൂടി വെച്ചു, ഒരു ക്രിസ്മസ് വൈബ് കിട്ടാൻ. ദാ ഇങ്ങനെ ഉണ്ടായ ട്രീ ആട്ടോ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് ഇങ്ങനെ ആക്കിയേ. ഈ ഒരു ക്രിസ്മസ് ട്രീ മേക്ക് ഓവർ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം.